അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ ഖാദിറുൽ മുഖ്തദിർ സുബ്ഹാന, എന്തിനും കഴിവുള്ളവനും എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനായ അള്ളാഹു. നമ്മൾ ആരാധിക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിരുകളില്ലാത്ത കഴിവുകളുള്ളവനാണ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞ കഴിവെന്നാണ്. അൽ ഖാദിർ എന്ന വാക്ക് ഖുദ്റത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയും. അൽ മുഖ്തദിർ രണ്ടും ഒരേ ധാതുവിൽ നിന്നുള്ള വാക്കുകളാണ്. അള്ളാഹു ഖാദിറാൻ, കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അൽ മുഖ്തദിർ എല്ലാ നിലക്കും അള്ളാഹു കഴിവുള്ളവനാണ്. അതിൻ്റെ ഒന്നുകൂടെ ഉച്ചിയായ ഒരർത്ഥമാണ് അൽ മുഖ്തദിർ എന്നതിന് കൊടുക്കുന്നത്. അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചവനാണ്. അള്ളാഹു ചാല ഇല്ലായ്മയിൽ നിന്ന് അദമിൽ നിന്ന് വുജൂദിലേക്ക് കൊണ്ടുവന്നു എന്നാ പറയാ. ഇല്ലായിരുന്നു ഈ പ്രപഞ്ചം. സമയമില്ലാത്തൊരു കാലഘട്ടം പ്രപഞ്ചത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. സമയം പിന്നീട് സൃഷ്ടികളില്ലെങ്കിൽ സമയം സങ്കല്പിക്കുക സാധ്യമല്ല. അള്ളാഹു തആല ഖലഖൽ ഖലായിഖ്, സൃഷ്ടികളെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹു അറിയപ്പെടാതെ കിടന്നിരുന്ന നിധിയായിരുന്നു. അള്ളാഹു തആല അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഹദീസിന്റെ സാരം. സമയമില്ലാത്തൊരു സമയം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ്. സമയമില്ലാത്തൊരു കാലം. സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഇവിടെ നീങ്ങിപ്പോകും, ഇല്ലായ്മയിലേക്ക് കടന്നു പോകാനുള്ളതാണ്. ഏതൊന്നിന് ആരംഭമുണ്ടോ അതിന് അവസാനമുണ്ട്. പ്രപഞ്ചം മുഴുവനും അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു തആല അടക്കി വാഴുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരടക്കമുള്ള ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില ന്യൂനതകൾ, അവശതകൾ, അജിസ് എന്ന് പറയും. മരണം അള്ളാഹുവിൻ്റെ ഒരു ടൂളാണ്, അള്ളാഹുവിൻ്റെ ഒരു ആയുധമാണ് മനുഷ്യനെ അദബ് പഠിപ്പിക്കാൻ. ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള അന്ത്യമാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ജല്ല ജലാലു മനുഷ്യനെ നമ്മൾ ദുർബലരാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ അള്ളാഹു ചാല ചില സംവിധാനങ്ങളെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി. അല്ലാഹു തആല അർഹിക്കുന്ന ബഹുമാനവും ആദരവും മനുഷ്യർ അള്ളാഹുവിന് കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന് പറഞ്ഞ ആയത്തിൽ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ കഴിവിനെ മനുഷ്യരുടെ സൃഷ്ടികൾ എന്താണ് വേണ്ട വിധം മനസ്സിലാക്കാത്തത്? അൽ ഖാദിറുൽ മുഖ്തദിർ സുബ്ഹാന, ഈ രണ്ട് വാക്കുകളും ഒന്നുകിൽ ഖുദ്റത്ത് എന്ന വാക്കിൽ നിന്ന് അല്ലെങ്കിൽ തഖ്ദീർ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. തഖ്ദീർ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക, നിർണയിക്കുക, കൃത്യമായി ക്ലിപ്തപ്പെടുത്തുക എന്നാണ്. ആ അർത്ഥത്തിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ഖാദിർ അൽ മുതമക്കിനു മിനൽ ഫിഅലി ബിലാ വാസിത, ഒരു ടൂൾ ആവശ്യമില്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നവനാണ് അള്ളാഹു. നമുക്കിപ്പോൾ വെള്ളം വേണമെങ്കിൽ ടാപ്പ് തുറക്കണം, തുറന്നാൽ മാത്രം പോരാ, അതിൻ്റെ സോഴ്സ് കിണറൊഴിയണം, വെള്ളത്തിൻ്റെ സംഭരണി കണ്ടെത്തണം, എന്നിട്ടേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. എല്ലാറ്റിനും ഒരു ടൂൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ യാത്ര ചെയ്യാൻ വളരെ ബാക്കിലാണ്, നമുക്ക് വാഹനം വേണം. മനുഷ്യന്റെ ദൗർബല്യത്തെ അതിജീവിക്കാൻ നമുക്ക് ഒരു വാസിത ആവശ്യമാണ്. അല്ലാഹുവിന് ഇതിന് ആവശ്യമില്ല. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അത് കൃത്യമായും അതിൻ്റെ ഒരു വഴി നമ്മൾ അന്വേഷിച്ചു ചെന്നെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ ഇല്ലത്തൽ ഗായിയ ലാ തലീഖു ബില്ലാഹി സുബ്ഹാന, നമ്മുടെ കിതാബുകളിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്നൽ ഇല്ലത്തൽ ഗായിയ ലാ തലീഖു ബില്ലാഹി സുബ്ഹാന. അള്ളാഹുവിന് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള വാസിതകൾ ആവശ്യമില്ല. അപ്പം നമുക്ക് ദാഹം മാറണമെങ്കിൽ വെള്ളത്ത് കുടിക്കണം, നമ്മൾ കൈ നീട്ടണം, നമ്മളത് എടുക്കണം, എന്നിട്ട് നമ്മൾ കുടിക്കണം. നമ്മുടെ ദാഹം പെട്ടെന്ന് മാറില്ല അത് കുടിക്കാതെ. നമ്മുടെ കൈ അനങ്ങണം, ബോഡി അനങ്ങണം, നമ്മൾ ചിന്തിക്കണം, പ്രവർത്തിപ്പിക്കണം. അല്ലാഹു ജല്ല ജലാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും അല്ലാഹു കഴിവുള്ളവനാണ്. ആ ഒരാശയം അല്ലാഹു പഠിപ്പിക്കുകയാണ് സൂറത്തു യാസീനിൽ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ വിഷയം ഇദാ അറാദ ശൈഅൻ, എന്തെങ്കിലും ഉണ്ടാവണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹുവിന് കുൻ എന്ന് വിചാരിക്കുകയേ വേണ്ടൂ. അതിനോട് പറയണം എന്നവിടെ അർത്ഥമില്ല എന്നാണ്. അൻ യഖൂല ലഹു, അതിനോട് അള്ളാഹ് പറയണം കുൻ എന്നൊക്കെ തോന്നും വാക്കർത്ഥങ്ങളിൽ. പക്ഷെ അവിടെ കുൻ എന്ന് അള്ളാഹുവിന്
പറയേണ്ടതില്ല, അള്ളാഹുവിൻ്റെ ഇറാദത്താണ്. അള്ളാഹു താല അങ്ങ് തീരുമാനിച്ചാൽ അതുണ്ടാവുകയായി. അപ്പോൾ നമ്മുടെ ചില ന്യൂനതകളെ നമ്മൾ മറികടക്കുന്നത് ചില ടൂൾസിലൂടെയാണ്. ഇപ്പൊ കാഴ്ചക്കുറവുണ്ടെങ്കിൽ നമുക്ക് കണ്ണട വെക്കണം. ഒരു മൈന്യൂട്ട് ഒരു കോശം കാണണമെങ്കിൽ, അതിനകത്തുള്ള കാര്യം കാണണമെങ്കിൽ നമുക്ക് പിന്നെ മൈക്രോസ്കോപ്പ് വേണം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അവരാരും മനസ്സിലാക്കിയില്ലല്ലോ. വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിന്റെ സമയം ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ കൈപ്പിടുത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശലോകങ്ങളെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കും. ഒരു ഫിസിക്കലി പേപ്പർ ചുരുട്ടുന്ന പോലെ എന്ന് അള്ളാഹു താല ഉദാഹരണം പറയുന്നുണ്ട്. കത്വയ്യി സിജില്ലിൽ കുതുബ്. അപ്പോ പ്രപഞ്ചം എന്ന് പറയുന്ന ആകാശലോകങ്ങളുടെ നക്ഷത്ര താര സമൂഹങ്ങളെ അള്ളാഹു താല റോള് ചെയ്ത് പിടിക്കും എന്നാണ് ആ വാക്കിനർത്ഥം. അള്ളാഹുവിന് അത്രമേൽ എളുപ്പമാണ്. നമ്മുടെ രക്ഷിതാവായ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദറിലേക്ക് പറഞ്ഞയക്കുമ്പോഴും അള്ളാഹു ഖാദിറാണ്, അള്ളാഹു മുഖ്തദിറാണ്. പുണ്യ നബി തങ്ങൾ ഒളിച്ചും പാർത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോഴും അള്ളാഹു ഖാദിറാണ്, മുഖ്തദിറാണ്. ഇസ്രാഉ മിഅ്റാജ് നടത്തുമ്പോൾ അള്ളാഹു ഖാദിർ മുഖ്തദിറാണ്. പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹുത്തിന് അത്ഭുതങ്ങൾ കാണിക്കുകയാണ്. എന്നാൽ യുദ്ധങ്ങൾ, സന്ധികൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു ഖാദിറാണ്, മുഖ്തദിറാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മറ്റു സിഫത്തുകൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു എല്ലാറ്റിലും തന്ത്രജ്ഞനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു യുക്തിയില്ലാതെ റബ്ബ് കാര്യങ്ങൾ ചെയ്യൂല. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണെങ്കിലും നാളെ നടക്കാൻ പോകുന്നതാണെങ്കിലും ഇന്നലെ കഴിഞ്ഞതാണെങ്കിലും അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഖാദിറാണ്, അള്ളാഹു മുഖ്തദിറാണ്. അപ്പം നമ്മൾ ഒരു കഴിവുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനോടൊരു അടുപ്പുണ്ടാവും. സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്, ആ മനുഷ്യനെ കൂടെ നടക്കും, ആ മനുഷ്യനെ കൂടുതൽ കോണ്ടാക്ട് ചെയ്യും, അയാളെ നിങ്ങൾ കല്യാണത്തിന് വിളിക്കും, വിശേഷപ്പെട്ട ദിവസങ്ങളിലേക്ക് നിങ്ങൾ അവരെ അറിയിക്കും. എന്തേ? ഒരു കാര്യപ്പെട്ട ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനം, ഒരു ഇസ്സത്ത്, അത് വല്ലാത്തൊരു ഇസ്സത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളുടെ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. വലിയൊരാൾ എന്ന് പറയുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ മക്കളോട് പോലും പിന്നെ ആളുകൾ ബഹുമാനത്തിലേ പെരുമാറുള്ളൂ. ധാരാ ഇതിന് ഷെയ്ഖിൻ്റെ മോനാണ് അള്ളാഹ്. പിന്നെ ആ കുട്ടിയിട്ട് വലിയൊരാളോട് പെരുമാറുന്ന പക്വതയിലും ബഹുമാനത്തിലുമേ ചെറിയ കുട്ടിയോട് പെരുമാറും. എന്തേ? ഈ കുട്ടിക്ക് ആ വലിയ ആളുമായിട്ട് ബന്ധമുണ്ടല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ തണലുകളാണ്. അവർക്ക് അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മുത്തഖീങ്ങളെയും സ്വാലിഹീങ്ങളെയും ആ ഒരു ബഹുമാനത്തിലെ നമ്മൾ കാണാം. റബ്ബിനോടുള്ള ബഹുമാനം ഈ മുഅ്മിനീങ്ങളുള്ള ബഹുമാനത്തിൽ കാണണം. അള്ളാഹു ഖാദിറാൻ, അള്ളാഹു മുഖ്തദിറാൻ. അതുകൊണ്ട് റബ്ബ് തആലയുമായി ബന്ധമുള്ള ആളുകളോട് നമ്മൾ അങ്ങനെയാ പറയാം. ഏറ്റവും നല്ല ശക്തിയുള്ളവനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശക്തി വേണമെങ്കിൽ ആ റബ്ബിലേക്ക് നമ്മൾ തവക്കുലാക്കണം, അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ അള്ളാഹുവിനെ തന്നെയാണോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്? നമ്മുടെ കച്ചവടമാകട്ടെ, ജോലിയാവട്ടെ, മക്കളാവട്ടെ, കുടുംബമാവട്ടെ, നമ്മൾ ഏൽപ്പിക്കുന്നത് അള്ളാഹുവിനെയാവണം. പടച്ചതമ്പുരാനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ മുതിർന്ന മക്കളെയല്ല, നമ്മുടെ വീട്ടുകാരെയല്ല, നമ്മളെ തന്നെയല്ല, നമ്മുടെ ആരെയുമല്ല, പിന്നെയോ അള്ളാഹുവിനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറയുന്നത് ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, നിങ്ങളുടെയും എൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മേൽ ഞാൻ എൻ്റെ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു സ്വാധീനമുള്ള ഒരാൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന അഭിമാനബോധമല്ലേ? അതുപോലെ റബ്ബ് തആലയെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം അള്ളാഹിന്റെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ മുഅ്മിനായൊരു മനുഷ്യന് പിന്നെ പേടി തോന്നരുത്, പിന്നെ ചാബല്യങ്ങൾ ഉണ്ടാകരുത്, പിന്നീട് അതിനെ തുടർന്ന് ടെൻഷൻ ഉണ്ടാവരുത്. കാരണം അള്ളാഹുവിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ഏൽപ്പിച്ചത് ഒന്നും നഷ്ടപ്പെടുകയില്ലല്ലോ. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും. ആരാണ് അല്ലാഹു? മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. ഏതൊരു ജീവിയുടെയും നെറുകയിൽ അള്ളാഹു പിടിച്ചിരിക്കുകയാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം.
തലയുടെ മുൻഭാഗത്തിനാണ് നാസുയ എന്ന് പറയാം. അപ്പൊ കന്നുകാലികളൊക്കെ അറുക്കുമ്പോൾ അറവിന് അവരെ ഒരുക്കുന്ന സമയത്ത് അവയുടെ തലയുടെ ഭാഗം പിടിച്ചിട്ടാണ് അവരെ ഒതുക്കുക. അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കുതറാൻ കഴിയില്ല. അള്ളാഹു മനുഷ്യനെ, എല്ലാ ജീവികളെയും, മാമിൻ ദാബത്തിൻ, പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും ജീവജാലങ്ങളെയും, ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹ, അവയുടെ മുൻഭാഗം, തലയുടെ മുൻഭാഗം അള്ളാഹു പിടിച്ചിരിക്കുകയാണ്. കാരണം അള്ളാഹുവിന് ഒതുങ്ങിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നത്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ രക്ഷിതാവായ അള്ളാഹു വളരെ നേരായ ഋജുവായ മാർഗത്തിലാണ് അള്ളാഹു നിലകൊള്ളുന്നത്. ആ റബ്ബിനെയാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന നൂഹ് അലൈഹിസ്സലാം, സയ്യിദുന മൂസ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം സമുദ്രത്തിന്റെ മുമ്പിൽ വെച്ച് സമുദായം ഒന്നാകെ ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങണം, അല്ലെങ്കിൽ ഫറോവയുടെ സൈന്യം വന്ന് കൊന്നുകളയും. ആ ഒരു സമയത്ത് കടലിനെ പിളർത്തിയതും അവർക്ക് അക്കരെ കടക്കാനായതും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരുന്ന മഹാനായ സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. ഖല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. അവരൊക്കെ പറഞ്ഞു, മൂസ നബിയെ, ഞങ്ങൾ നശിച്ചല്ലോ, ഞങ്ങളെ ഫറോവയും പോലീസുകാരും പിടിച്ചുകൊണ്ടുപോകുമല്ലോ. ഖല്ലാ, ഒരിക്കലും അത് സംഭവിക്കില്ല. ഇന്ന മഇ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവായ അള്ളാഹു ഉണ്ട്. സയഹ്ദീൻ, അള്ളാഹു എന്നെ നേരായ വഴിയിലേക്ക് വഴി നടത്തും എന്ന് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ഈ ഒരു മനക്കരുത്ത് മുഅ്മിനീങ്ങൾക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ അൽ ഖാദിറുൽ മുഖ്തദിർ, എല്ലാറ്റിനും എന്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ റബ്ബിൻ്റെ കൂടെ നിന്ന് നമുക്ക് ശക്തി കിട്ടണം. നമ്മുടെ ഈമാനാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. മനുഷ്യന് ദൗർബല്യം വന്നാൽ മുനാഫിഖായി മാറും. ദൗർബല്യം ഉണ്ടെങ്കിൽ അവിടെ നുണ പറയേണ്ടി വരും. ദൗർബല്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും സോപ്പിട്ട് നിൽക്കേണ്ടി വരും. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹ്, മുഅ്മിനായൊരു മനുഷ്യൻ, ആൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നാൽ അള്ളാഹുലേക്ക് തവക്കുലാക്കിയ മുഅ്മിനായൊരു മനുഷ്യനാണെങ്കിൽ ലാ യുദില്ലു നഫ്സഹു, സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ ഒരു മുഅ്മിനായ മനുഷ്യനും നാണം കെടുത്തൂല. അഭിമാനം പണയം വെച്ചിട്ട് ഒരു യാചന അത് മുഅ്മിനീങ്ങൾ ചെയ്യൂല. അള്ളാഹുവേ, നിന്റെ ഖസാന അത് നീ ആകാശത്ത് ഇറക്കി തരില്ലല്ലോ, മനുഷ്യന്മാരുടെ കയ്യിലൂടെയാണ് നീ തരിക. അള്ളാഹുവേ, ഈ ഒരു മനുഷ്യന്റെ കയ്യിലൂടെ എനിക്ക് എന്തെങ്കിലും ഒരു മദത് നീ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. ഇല്ലേ, ആൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാവും. അത് ആ മനുഷ്യന്റെ കുറ്റമല്ല, നിന്റെ തഖ്ദീർ അങ്ങനെയാണ് അള്ളാഹുവേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു നീയത്തോട് കൂടിയിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്യുള്ളൂ. ആ മനുഷ്യൻ തരാണ്ടിരിക്കാം, അത് അയാളുടെ സ്വത്താണ്, അയാളുടെ സമ്പത്താണ്, അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ ആ പ്രതീക്ഷ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തില്ലെങ്കിൽ കിട്ടൂല. അതുകൊണ്ട് മുഅ്മിൻ ഒരിക്കലും തന്നെ യാചനയുടെ സ്വഭാവത്തിലേക്ക്, സ്വന്തം നഫ്സിനെ ഇകഴ്ത്തുന്ന ഒരു രൂപത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അൽ ഖാദിർ സുബ്ഹാനഹു ഐ ദുൽ ഖുവ്വത്തി താമ്മ ലാ യുഅ്ജിസുഹു ഷൈഉൻ വലാ യതഖയ്യദു ബിഅസ്ബാബിൻ അയ്യൻ കാനത്. അല്ലാഹു പരമമായ ശക്തിയുള്ള അള്ളാഹു എന്ന് പറയുന്ന ദൈവം തമ്പുരാൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അന്തിമമായ കഴിവുള്ളവൻ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തപ്പുറം. ലാ യുഅ്ജിസുഹു ഷൈഉൻ, ഒന്നുമേ ആരുമേ അള്ളാഹുവിനെ തളർത്താൻ കഴിയുന്നതല്ല, ആർക്കും അത് കഴിയില്ല. വലാ യതഖയ്യദു ബിഅസ്ബാബിൻ അയ്യൻ കാനത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സബബിന്റെ ആവശ്യമില്ല. നമുക്ക് സബബ് വേണം, ഒരു കാരണം വേണം ഒരു കാര്യം നടക്കണമെങ്കിൽ. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ, എന്നുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഖാദിർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ കൃത്യമായി നിർണയിക്കുന്നവനായ അള്ളാഹു. നമ്മുടെ കണ്ണുകൾ, ഈ കണ്ണുകൾക്ക് കാര്യങ്ങളെ കാണാൻ ഒരു ലിമിറ്റ് അള്ളാഹു വെച്ചിട്ടുണ്ട്. അതാണ് ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയാൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, വളരെ നോക്കിയാൽ ഒരു കുഴപ്പമില്ല, അതിനുള്ളിൽ കിടക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റി കുറേ പുഴുക്കൾ ഉണ്ടാവും, താഴ്ന്നുണ്ടാവും. എങ്ങനെയാണ് ഗ്ലാസ് വെള്ളം കുടിക്കുക? ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ പറ്റുമോ? അതിനുള്ളിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ സൂക്ഷ്മ ജീവികളെ നമുക്ക് കാണാൻ പറ്റാത്ത വിധം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാണണമെങ്കിൽ വല്ല മൈക്രോസ്കോപ്പ് എടുക്കണം. സുബ്ഹാനല്ലാഹ്, ഇത് അള്ളാഹു ചെയ്തൊരു പണിയാണ്. കണ്ണ് തന്നു, പക്ഷെ അതിന് ലിമിറ്റ് വെച്ച് തന്നു. അതിന്റെ കപ്പാസിറ്റി ഇതിലും കൂടുതലാണെന്ന് മനസ്സിലാക്കി തന്നു. ടെലസ്കോപ്പിലൂടെ നോക്കും. അതാണ് ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ,
എല്ലാ വസ്തുക്കളെയും കൃത്യമായ അളവിലാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സൂറത്തുൽ ഖമറിൽ പറയുന്നത്. എല്ലാറ്റിനെയും കൃത്യമായ അളവിലാണ്. അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചവനായ അല്ലാഹു അലം യഅയ ബിഖൽഖിഹിൻ, ആകാശഭൂമികളെ പടച്ചതുകൊണ്ട് അല്ലാഹു ക്ഷീണിച്ചിട്ടില്ല. ആകാശഭൂമികളെ പടച്ചതുകൊണ്ട് അല്ലാഹു നോക്കി. ആകാശത്ത് നക്ഷത്രങ്ങളുടെ എണ്ണം പറയുമ്പോൾ ഭൂമിയിലെ ബീച്ചുകളുടെ സാൻഡ് ഗ്രെയിൻസിനനുസരിച്ച്, ഭൂമിയിലെ ഓരോ മണൽത്തരിൻ്റെ എണ്ണത്തിനും അനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് എന്നാണ്. അത് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തുപിടി കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ എന്താണ് ഈ ആകാശലോകം പടച്ചവൻ? അതാണ് അള്ളാഹു ഈ സമാവാത്ത് എന്നിങ്ങനെ പറയണത്. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ ലോകം വലിയൊരു ലോകമാണ്. നിങ്ങൾ ഈ 2 സെൻറ്റിനോട് അടിപിടി കൂടുന്ന കഥ കേട്ടും അള്ളാഹുവിന് എന്തൊരു തമാശ തോന്നുന്നുണ്ടാവും അല്ലേ? അള്ളാഹുവിൻ്റെ ലോകം കിടക്കുകയാണ്, പരന്ന് കിടക്കുകയാണ്. എനിക്ക് ഈ ഒരു തുണ്ട് ഭൂമി വേണം, എനിക്ക് ഇത് എൻ്റെതാണ്, ഞാൻ ഇവിടുത്തെ, എനിക്കിത് വേണം, എനിക്ക് കിട്ടിയേ മതിയാവൂ. എവിടെ? അതൊക്കെ ഇട്ടേച്ച് പോകേണ്ട ആളാണിത്. ഹക്കുണ്ടോ അവകാശമുണ്ടോ എടുക്കുക, അതിനൊന്നല്ല ഞാൻ പറയുന്നത്. ഗ്രീഡ്, മനുഷ്യന് ആർത്തി ഉണ്ടാകുന്നൊരവസ്ഥ ഒരിക്കലും വരരുത്. എൻ്റെ ലോകം വിശാലമായി കിടക്കുകയാണ്. അള്ളാഹു തആല പറയാം, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഭൂമിയെ അള്ളാഹു കൊടുത്തേക്കും. ഒന്നും നല്ല കൊടുക്കുന്നത്. സ്വർഗ്ഗലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞത്. അതെവിടെയാണ് അള്ളാഹു ഒരുക്കി വെച്ചത്? ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിലല്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ലോകത്തിൻ്റെ വലുപ്പം, വ്യാപ്തി എന്തായിരിക്കും? ഈ മിൽക്കി വേൻ്റെ ഉള്ളിൽ തന്നെ എത്രയധികം കൊച്ചു കൊച്ചു ഗ്രഹങ്ങളുണ്ടെന്നാണ്. ഉപയോഗശൂന്യമാണ് നമുക്ക് തോന്നും. അള്ളാഹുവിനോടൊക്കെ ഹിക്മത്തുകളുണ്ട്, അള്ളാഹ് വെറുതെ പടക്കൂല തോന്നുന്നു. അവലം യറൗ, ഇങ്ങനെയൊക്കെ പടച്ചവനല്ലേ അള്ളാഹു. വലം യഅയ ബിഖൽഖിഹിന്ന, ഇതൊക്കെ പടച്ചിട്ട് അള്ളാഹ്ക്ക് ഒരു ക്ഷീണം വന്നിട്ടില്ല കേട്ടോ. നോക്കണം, അള്ളാഹ് പറയാണ്, ഇതൊക്കെ പടക്കുമ്പോൾ ക്ഷീണം വരൂലേ? അള്ളാഹു ക്ഷീണിച്ചിട്ടില്ല. അങ്ങനത്തെ റബ്ബ് ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹു ഖാദിറല്ലയോ? അള്ളാഹ് മുഖ്തദിർ അല്ലേ? ബല, അതിന് മറുപടി അള്ളാഹ് തന്നെ പറയാണ്, അതേ, ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, Allah is capable of doing anything and everything. എല്ലാം അള്ളാഹു ചെയ്യാൻ കഴിവുള്ളവനാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ള. ഒരു മനോഹരമായ ഒരു ഹദീസുണ്ട്, ഖുദ്സിയായ ഹദീസ്. അബ്ദി ഖലഖ്തു ലക സ്സമാവാതി വൽ അർദ്, എൻ്റെ ദാസനെ ആകാശലോകങ്ങളെ ഞാൻ പടച്ചു, വൽ അർദ്, ഭൂമിയെയും പടച്ചു. ആകാശലോകങ്ങൾ പറഞ്ഞതിന് ഭൂമി വിട്ടു. ശരിക്ക് ആകാശലോകങ്ങളുടെ ഭാഗം തന്നെയാണ് ഭൂമി. പക്ഷെ ഭൂമിയെ പ്രത്യേകമായിട്ട് അത് എടുത്തു പറയാം, ഇത് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഞാൻ പടച്ചു തന്ന സ്ഥലമാണ്. വലം അഅയ ബിഖൽഖിഹിന്ന, ആ പ്രപഞ്ചം പടച്ചിട്ടൊന്നും ഞാൻ ക്ഷീണിച്ചിട്ടില്ല മനുഷ്യ. അഫയുഈനി റഗീഫുൻ അസൂഖുഹു ലക കുല്ലഹീൻ, അങ്ങനത്തെ എനിക്ക് നിനക്ക് ഭക്ഷിക്കാൻ ഒരു റൊട്ടി കഷ്ണം നിന്റെ വായിലേക്ക് തരാൻ എനിക്ക് വല്ല പ്രയാസവുമുണ്ടോ? ഇല്ല. ഈ പ്രപഞ്ചമൊക്കെ പഠിച്ചിട്ട് എനിക്ക് നിനക്ക് വായ കയറിയ ഞാൻ നിനക്ക് റൊട്ടി തരാൻ എനിക്ക് വല്ല പ്രയാസമുണ്ടോ? ഇല്ല. ലീ അലൈക ഫരീള, എനിക്ക് നിർബന്ധമായും നീ ചെയ്യേണ്ട, നിനക്ക് ബാധ്യതയുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഷഹാദത്തൊക്കെ. വലക അലയ്യ റിസ്ഖുൻ, നിനക്ക് ഞാൻ തരേണ്ടതുണ്ട്, അത് നിന്റെ റിസ്ഖാണ്. നിനക്ക് ഭക്ഷണം വേണം, നിനക്ക് ജീവിക്കാൻ കഴിയണം. ഫഇദാ ഖാലഫ്തനി ഫി ഫരീളതി, ഞാൻ നിന്നോട് ചെയ്യാൻ പറഞ്ഞ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്വം നീ ചെയ്യാതിരുന്നാൽ, നിനക്ക് ഞാൻ തരേണ്ട റിസ്ക് ഞാൻ ചെയ്യാതിരിക്കോ? അതില്ല. ലം ഉഖാലിഫ്ക ഫി റിസ്ഖ്, നിനക്കെപ്പോഴും ഞാൻ ജോലിയും ഭക്ഷണം നിന്റെ കച്ചവടമൊക്കെ ഉഷാറായിട്ട് നടക്കും. നീ പറയുക പോലുമില്ല. നീ എനിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് പകരമായി നിന്റെ റിസ്കിനെ ഞാൻ പിടിച്ചു വെക്കുമൊന്നുമില്ല. അത് ഞാൻ തരും. നീ എനിക്ക് തരേണ്ടത് നീ തന്നിട്ടില്ല, പക്ഷെ നിനക്ക് തരേണ്ടത് ഞാൻ തരും. വഇസ്സതി വജലാലി, എൻ്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എൻ്റെ ജലാലിനെ തന്നെയാണ് സത്യം. ഇല്ലം തർള ബിമാ ഖസംതുഹു ലക്, ഞാൻ നിനക്ക് ഓഹരി വെച്ചു തന്നത് നീ തൃപ്തിപ്പെട്ടില്ല എങ്കിൽ, ഫല ഉസല്ലിതന്ന അലൈക ദുനിയ, ദുനിയാവിനെ നിന്റെ മേൽ ഞാൻ അധികാരപ്പെടുത്തും. ബിസിനസ്, ജോലി, ഇതങ്ങോട്ട് ടെൻഷൻ അടിക്കുന്ന കാര്യമായിട്ട് മാറും. തർക്കുദു ഫീഹ റഖ്ലൽ വുഹൂഷി ഫിൽ ബർരിയ, കാടുകളിൽ വന്യജീവികൾ ഇരപിടിക്കാൻ വേണ്ടി ഓടുന്ന പോലെ നീ നിന്റെ റിസ്കിന് വേണ്ടി ഓടേണ്ടി വരും. രാവും പകലുമില്ലാണ്ട്. ഒരു ദർശനിരിക്കാൻ നേരമില്ല, മര്യാദയ്ക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, ഒരു ദിക്ർ ചൊല്ലാൻ നേരമില്ല, സ്വലാത്ത് ചൊല്ലാൻ നേരമില്ല, കച്ചവടം ബിസിനസ് കച്ചവടം എന്ന് പറഞ്ഞ് നീ ഓട്ടത്തോട് ഓട്ടായിരിക്കും. എന്തേ?
അയാളെപ്പോലെ ആവണം, ഇയാളെപ്പോലെ ആവണം, ആ ഒരു ഇത്ര ആളുകളുടെ ലിസ്റ്റിലേക്ക് എനിക്ക് കയറിക്കൂടണം, എൻ്റെ ഗ്രാഫ് ഒന്നുകൂടെ ഉയരണം, എനിക്ക് കുറേ കൂടെ വേണം എന്ന ആഗ്രഹത്തിൽ നീ ഓടാൻ തുടങ്ങിയാൽ നീ ഓടിക്കോ, പക്ഷെ നീ റിളാ ചെയ്തുകൊണ്ട് ഓടണം. എങ്ങനെ? അള്ളാഹു നീ തന്നതിൽ എനിക്ക് പൊരുത്തമാണ് റബ്ബേ. അതെപ്പോഴും ഖൽബ് കൊണ്ട് പറയണം. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും വേണം. ശുക്ർ നിർബന്ധമാണ്, ശുക്ർ നിർബന്ധമാണ്. ഖലീലുൻ മിൻ ഇബാദിയ ശകൂർ. വളരെ കുറച്ച് ആൾക്കാരെ VIP-കളെ അള്ളാഹ് ശുക്ർ ചെയ്യുന്നുള്ളതാണ്. VIP-കൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ലഉസല്ലിതന്ന അലൈക ദുനിയ, ദുന്യാവിനെ നിന്റെ മേൽ ഞാൻ അങ്ങ് അധികാരപ്പെടുത്തും. ശരിക്കും ദുന്യാവല്ല നമ്മളെ ഒക്യുപ്പൈ ചെയ്യേണ്ടത്, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഒരു മൃഗം അതിൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടി ഓടിച്ചാടി തളർന്നു പോകുന്ന പോലെ ദുന്യാവിൻ്റെ പിന്നാലെ നിങ്ങൾ തളർന്നു പോകും. അല്ലാഹു തആല പറയാം, എപ്പോ ഞാൻ തന്നതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടില്ല എങ്കിൽ, നിങ്ങൾ തൃപ്തിപ്പെട്ടോ, നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണ് ദുന്യാവിലെ. അങ്ങനെ നീ ടെൻഷൻ അടിച്ച് ഓടിയെന്ന് വിചാരിക്കുക, അതുകൊണ്ട് കുറച്ച് കൂടുതൽ നിനക്ക് കിട്ടുമോ ഞാൻ നിശ്ചയിച്ചതിലേറെ? അതുമില്ല. ഞാൻ എത്രയാണോ നിനക്ക് തരാൻ നിശ്ചയിച്ചത് അതിലൊരു ഫിൽസ് പോലും ഏറെ നിനക്ക് കിട്ടുകയില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്. നീ എൻ്റെ അടുത്ത് സ്ഥാനമില്ലാത്ത ആളായി മാറും. എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ മൈൻഡ് ചെയ്യൂല. എപ്പോ? ഞാൻ തന്നത് നിനക്ക് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ. അൻസ തുരീദു വ അന ഉരീദ്. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, നീയും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഫഇദാ സല്ലംതലി ഫീമാ ഉരീദ് കഫൈതുക മാ തുരീദ്. ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം നീ എനിക്ക് പൂർത്തിയാക്കി തന്നാൽ നീ ഉദ്ദേശിക്കുന്ന വിഷയം ഞാൻ നിനക്ക് പൂർത്തിയാക്കി തരും. വ ഇല്ലം തുസ്ലിം ലി ഫീമാ ഉരീദ് അത്അബ്തുക ഫീമാ തുരീദ് സുമ്മ ലാ യകൂനു ഇല്ലാ മാ ഉരീദ്. ഞാൻ പറഞ്ഞത് നീ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നീ ഉദ്ദേശിച്ച് നടക്കുന്ന ഈ വിഷയത്തിൽ നിന്നെ ഞാൻ ക്ഷീണിപ്പിക്കും. സുമ്മ ലാ യകൂനു ഇല്ലാ മാ ഉരീദ്. അങ്ങനെ ക്ഷീണിച്ചെന്ന് വിചാരിക്കും, നീ ക്ഷീണിച്ച് എന്ന് കരുതി നീ വിചാരിച്ചത് നടപ്പിലാക്കാൻ കഴിയും എന്നും തോന്നണ്ട. സുമ്മ ലാ യകൂനു ഇല്ലാ മാ ഉരീദ്. പിന്നെ അവിടെ നടക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചതേ അവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് നീ നിന്റെ ചിന്തകളിൽ മാറ്റം വരുത്തണം. ഞാൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ കാലിനടിയിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ ഖാദിറായ അള്ളാഹുവിന് സമയം വേണ്ട. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനെ സമ്പന്നതയിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹ്ക്ക് സമയം വേണ്ട. അതിസമ്പന്നതയുള്ള ഒരു മനുഷ്യനെ സീറോയിലേക്കാക്കാനും അള്ളാഹുവിന് സമയം വേണ്ട. ഒരു നഗരം വളർന്ന് വലുതാവണമെങ്കിൽ പതിറ്റാണ്ടുകളുടെ പരിശ്രമമുണ്ട്. പക്ഷെ അള്ളാഹു 1 സെക്കൻഡ്, 5 സെക്കൻഡ്, 7 സെക്കൻഡ് നിലനിൽക്കുന്ന ഭൂകമ്പം കൊണ്ട് ആ നഗരം ഒന്നാകെ അടിയിലേക്ക് പോവാണ്. ഒരു ഭൂകമ്പം ഉണ്ടായപ്പോഴേ 30 നിലയുള്ള ഒരു ഹോട്ടൽ കെട്ടിടം ഭൂമിയിലേക്ക് ഏതാനും സെക്കൻഡുകളെ കൊണ്ട് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഹോട്ടലിൻ്റെ മുകളിലെ ബോർഡ് മാത്രമേ മേലെ കാണുന്നത് ഇന്ന ഹോട്ടലായിരുന്നു. ബാക്കി മുഴുവൻ ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയി. ആ കെട്ടിടം ഉണ്ടാക്കിയ മനുഷ്യൻ്റെ വലിയ വലിയ സ്വപ്നമായിരിക്കും ഇത്. എനിക്കും എൻ്റെ തലമുറക്കും കഴിയാനുള്ളത് ഇതിൽ നിന്ന് കിട്ടും, ഇതിൻ്റെ വാടകയിൽ നിന്ന് കിട്ടും. ഒരു നിമിഷം മതി അള്ളാഹുവിനത് ഇല്ലായ്മ ചെയ്യാൻ. അള്ളാഹു ഖാദിറാണ്, അള്ളാഹു മുഖ്തദിറാണ്. നമ്മൾ ദുർബലരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദുർബലരാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, നമ്മൾ കഴിവില്ലാത്തവരാണ്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യൻ ധൃതിയുള്ളവനാണ്, മനുഷ്യൻ ദഈഫാണ്, ദുർബലനാണ് എന്ന് അള്ളാഹു തആല പറയുന്നത് അള്ളാഹു ഖാദിറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഖാദിർ മുഖ്തദിറിൻ്റെ ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹ് ഈ ഇസ്മ ഉപയോഗിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാനാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നിടത്താണ് അള്ളാഹു ഖാദിറാണ് എന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്.